ധ്യാനിനെ ശരിക്കും ഇന്നേക്ക് വരെ പരിചയമുള്ള ഒരു വ്യക്തികൾ എന്ന് മലയാളികൾക്ക് എല്ലാവർക്കും ധ്യാൻ ഭയങ്കര നോട്ടിയാണ്, ഭയങ്കര വർത്താനം പറയാണ്, ഭയങ്കര എന്താ പറയുക ജോളി ടൈപ്പാണ് അല്ലേ. അത് ഞങ്ങൾ പൂർണ്ണമായി സമ്മതിച്ചു. എന്നിട്ട് അത് മാറുമോ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാൻ മേല. പക്ഷേ വേറൊരു വേർഷൻ ഉണ്ടല്ലോ, വീട്ടിൽ ചെന്ന ഒരു അപ്പനാണ്, ആ അപ്പന്റെ എവിടെ അപ്പന്റെ ഗൗരവവും ഒരു ഗൃഹനാഥൻ എന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി അവിടെ അങ്ങനെയാണോ? അവിടെ ഇപ്പൊ അപ്പൻ ആ കോൺസെപ്റ്റിനൊന്നും ഇന്ന് നമുക്ക് മക്കളെ അങ്ങനെ അപ്പൻ ഇത് എന്നുള്ള രീതിയിലൊന്നും, എന്റെ മോളെന്നെ ബ്രോ എന്നൊക്കെ വിളിക്കുന്നത്, ഒരു ഡൂഡ് ബ്രോ അങ്ങനെയൊക്കെ ആയി. അപ്പൻ എന്നുള്ള സാധനമൊക്കെ പോയി. അപ്പോൾ ഇന്നത്തെ പിള്ളേർക്കൊന്നും അങ്ങനെ ഒരു ഇതുണ്ടെന്ന് തന്നെ ഇത് തോന്നുന്നില്ല, വലിയ വിലയൊന്നുമില്ല. അല്ല എന്നാലും മോള് വരുമ്പോഴും ഞാനിപ്പോഴും അച്ഛൻ വീട്ടിലേക്കൊക്കെ അച്ഛൻ വരുമ്പോൾ അച്ഛൻ നടന്നു വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മളൊരു ബഹുമാനം കൊണ്ടൊക്കെ ഒന്ന് കസേരന്നൊക്കെ എഴുന്നേറ്റ് ചെയ്യും. എന്റെ മകൾ അവിടെ ഇരുന്ന സമയത്ത് ഞാൻ നടക്കുന്ന സമയത്ത് ഒന്നൊരു എന്താ പറയണ്ടേ, അച്ഛൻ പഴിച്ചിട്ട് കുളിച്ചിട്ട് പോവാ, ഇങ്ങനെയാണ് എന്നെ ഓർഡറിങ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് അജു ഇങ്ങനെ പറഞ്ഞു വെച്ചാൽ ഇന്നത്തെ പിള്ളേർക്കൊക്കെ അപ്പൊ നമ്മൾ ഇത് ചെയ്യണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെയാണ് നമ്മൾ ചെയ്യില്ല. പക്ഷെ അവരപ്പം തന്നെ തിരിച്ച് ചോദ്യം ചോദിക്കും, എന്തുകൊണ്ട് ചെയ്തുകൂടാ, അതിനുള്ള കാരണം അവർ അറിയണം. നമ്മൾ എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാ, അതെടുക്കണ്ട, നമ്മളൊന്നും ചോദിക്കാൻ പറ്റില്ല, നമ്മൾ പേടിച്ചിട്ട് ഇതൊക്കെ ചെയ്യും. എന്നാ ഭയം അല്ല, പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ എന്നാൽ പോലും പണ്ടൊക്കെ നമ്മൾ അച്ഛനും അമ്മേനെയൊക്കെ നമുക്കൊരു ഒരു ഭയഭക്തി ഉണ്ട്. പക്ഷെ അതൊക്കെ കുറഞ്ഞു കമ്പാരിറ്റീവ്ലി. അല്ല പക്ഷെ അത് നമ്മളെ പിള്ളേരോടുള്ള ആറ്റിറ്റ്യൂഡ് ആണെങ്കിലും ഇപ്പം ധ്യാൻ അത്രയും ഭയങ്കര എന്താ പറയാ, അല്ല പിന്നെ പേടിപ്പിച്ചിട്ട് നമ്മളെ നിർത്തേണ്ട കാര്യം. ആസ് എ ഫാദർ ധ്യാൻ എന്താ തോന്നിയിട്ടുള്ളത് മകൾ ജീവിതത്തിലേക്ക് വന്നപ്പോ? അഫ്കോഴ്സ് നമുക്ക് ഇനിയിപ്പോ എന്ത് പറഞ്ഞാലും, ഇപ്പോഴത്തെ ജനറേഷൻ വേറെയാന്ന് പറഞ്ഞാലും അല്ലെന്ന് പറഞ്ഞാലും, ആസ് എ ഫാദർ ആൻഡ് എ മദർ നമുക്ക് നമ്മുടേതായ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അപ്പൊ ധ്യാൻ എങ്ങനെയാണ് കൊച്ചിന്റെ അടുത്ത് ഈ പറഞ്ഞ പോലെ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് നമ്മൾ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം, തെറ്റും ശരിയും നമ്മൾ പറഞ്ഞു കൊടുക്കാനുണ്ട്. ആസ് ആർ അപ്പൻ നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ട്. അതെങ്ങനെയാണ് കാര്യം ചെയ്യുന്നത്? ഉപദേശിക്കാതിരിക്കുക. കാരണം ഞാൻ എന്റെ അച്ഛൻ എന്നെ ഇതുവരെ അങ്ങനെ ഉപദേശിച്ചിട്ടൊന്നുമില്ല. കാരണം അതൊരു ബോറ് പരിപാടിയാണെന്ന് പുള്ളി തന്നെ വിശ്വസിച്ചിരുന്നു. കാരണം എന്റെ അച്ഛൻ്റെ അച്ഛൻ ഗ്രാൻഡ് ഫാദർ പുള്ളിനെ ഉപദേശിച്ച സമയത്ത് എന്റെ അച്ഛൻ അതൊന്നും ഫോളോ ചെയ്തിരുന്നില്ല. പുള്ളിയുടെ വഴിക്ക് പോയാണ്. അപ്പൊ ഞാൻ ഇന്ന് എന്റെ അച്ഛൻ അതുകൊണ്ട് തന്നെ ഇതുവരെ ഉപദേശിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും, പുള്ളി പല കഥകളും പല കാര്യങ്ങളും നമ്മളോട് ഷെയർ ചെയ്യും. അതിലുള്ള പ്രോസ് ആൻഡ് കോൺസ് നമുക്ക് പറഞ്ഞു തരുന്നല്ലാതെ ഒരിക്കലും നീ ഇത് ചെയ്യണ്ട, നീ ഇങ്ങനെ ചെയ്യണ്ട, അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക, ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കാരണം കൊണ്ടാണെന്നുള്ളത് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഞാനും അതുപോലെ നമ്മൾ പലരുടെയും കഥകളും ഇതൊക്കെയാണ്, അല്ലാതെ ബേസിക് കാര്യങ്ങളുണ്ടല്ലോ ചേച്ചി, അത് അങ്ങനെയുള്ള വീട്ടിലെ കാര്യം, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അതൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ടും പറയും. അതൊക്കെ ഇന്നത്തെ പിള്ളേർ അവർക്കൊക്കെ അറിയാം, ഭയങ്കര നന്നായിട്ട് അവർക്ക് നല്ലതും ചീത്തയൊക്കെ അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഞാനിപ്പം അറ്റ്ലീസ്റ്റ് പറയുന്ന വെച്ചാൽ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള സമയത്ത് ഇപ്പൊ അവർക്ക് പ്രിയപ്പെട്ടതായിട്ടുള്ള അവളുടെ കുറെ കളിപ്പാട്ടങ്ങൾ ഉണ്ടാവും, പരിപാടി ഉണ്ടാവും. അപ്പൊ ചിലർക്ക് ഭയങ്കര ഇവള് കുറച്ച് ഷെയർ ചെയ്യുക എന്നുള്ളത് ഭയങ്കര കുറവാണ്. വെച്ചാൽ ഭയങ്കര എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് അവരുടെ ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും, കളിപ്പാട്ടം, തോണി, ഇതുപോലെ സാധനങ്ങൾ. അപ്പൊ ഞാൻ അവളോട് പറയും കൂട്ടുകാരൊക്കെ വരുമ്പോ ഷെയർ ചെയ്യാം. അപ്പൊ എന്റെ സാധനം ഞാൻ എന്തിനു ഷെയർ ചെയ്യണം എന്നുള്ളതാണ് പുള്ളിക്കാരുടെ ചോദ്യം. അവനത് ഉണ്ടെങ്കിൽ അപ്പൊ ഞാൻ പറഞ്ഞ അതല്ല, നമുക്കൊരു സാധനം കിട്ടുമ്പോ നമ്മള് ബാക്കിയുള്ളവരുടെ അടുത്ത്. അല്ല അപ്പൻ നമ്മളെ ഉപദേശിച്ച പോലെയാണോ ധ്യാൻ കൊച്ചിനെ പറഞ്ഞു മനസ്സിലാക്കി? ഒരിക്കലല്ല, ഞാൻ കുറച്ചുകൂടെ അതിന്റെ എന്താ പറയണ്ട വളരെ മിനിമൽ ആയിട്ടും വളരെ സോഫ്റ്റ് ആയിട്ട് പറയാറ്. കൊച്ചാ ഈ പറഞ്ഞ പോലെ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി എന്റെ കൂടെ പുറത്തു പോകാനോ യാത്ര ചെയ്യാനോ വരാറില്ല. കാരണം ഞാൻ അത് ചെയ്യണ്ട, ഇത് ചെയ്യണ്ട, ഉപദേശമില്ല, പെട്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ എന്തെങ്കിലും അവിടെ വീഴാൻ പോകുമ്പോ സൂക്ഷിക്കും എന്നൊക്കെ പറയുമ്പോ അവർക്കത് ഇഷ്ടമില്ല. അവര് റെസ്ട്രിക്ട് ചെയ്യുന്ന പോലെ അവർക്ക് തോന്നാം. അത് ഈ പ്രായത്തിലെ അവർക്ക് ഇന്നത്തെ പിള്ളേർക്കൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മള് ആയിരിക്കും അല്ലേ ഭാവിയൊക്കെ. സത്യം. ഓക്കെ. അപ്പൊ ഞാൻ വിചാരിച്ചു മോള് ധ്യാന്റെ ലൈഫിലേക്ക് വരുമ്പോ ധ്യാന് ഭയങ്കര ചേഞ്ച് ആയിരിക്കും വരുന്നത്, ഭയങ്കര മെച്ചൂർഡ് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ട്. ബിക്കോസ് നമ്മൾ ഇങ്ങനെ ഒരു വേറൊരു ജനറേഷൻ ആണല്ലോ. അതെ, നെക്സ്റ്റ് നമ്മൾ മോൾഡ് ചെയ്യണമല്ലോ അവരെ. അപ്പോ നമ്മൾ മോൾഡ് ചെയ്യണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. അവരെന്നെ തന്നെ മോൾഡ് ആയിക്കോളും. ബിക്കോസ് കാരണം ഇന്നത്തെ കാലത്ത് അവർക്ക് കിട്ടുന്ന ഒരു എക്സ്പോഷർ ഭയങ്കരമാണ്. അപ്പൊ അവർക്ക് നമ്മള് വളർന്ന പോലെ നമ്മുടെ വീട് സ്കൂള് എന്ന് പറഞ്ഞ പോലെ അല്ല ഇപ്പോഴത്തെ പിള്ളേർ. അപ്പൊ അവർക്ക് കിട്ടുന്ന എല്ലാം
കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു നമ്മളെ പോലെ ഒരു എനിക്ക് ഇതിനകത്ത് തോന്നുന്നേ കുഞ്ഞുങ്ങള് കുഞ്ഞിലെ കോൺഫിഡന്റ് ആണെന്ന് തോന്നുന്നു അല്ലെ ഓരോ കാര്യത്തിലും. അതുകൊണ്ടാ ഡെഫിനറ്റ് നമുക്ക് അത്രയും കോൺഫിഡൻസ് ഇല്ലായിരുന്നു നമ്മൾ വളർന്നപ്പോഴത്തേന്. അപ്പനെ അമ്മ ഡിപ്പെൻഡഡ് ഡിപ്പെൻഡന്റ് ആയിരുന്നു. ഇതിപ്പോ അവർക്ക് ഡിപ്പെൻഡഡ് അല്ല, അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് വളരാനും ചെറിയ പ്രായത്തിൽ തന്നെ ഇൻഡിപെൻഡന്റ് ആവാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ അവർ അത്രയും ബോൾഡ് ആയിരിക്കും വരുമ്പോ അല്ലെ, വലുതാവുമ്പോ. പിന്നെ ഈ എന്താ പറയാ സിറ്റുവേഷനും എല്ലാം കണ്ടല്ലേ അവര് വളരുന്നേ. പിന്നെ പുള്ളിക്കാരി തന്നെ പുള്ളിക്കാരിയുടെ കാര്യങ്ങൾ എഴുന്നേറ്റ് രാവിലത്തെ കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യും. അപ്പൊ നമുക്ക് ചിലവരുടെ സ്വഭാവം റെസ്പോൺസിബിൾ. എക്സാക്ട്ലി അത് എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ പിന്നെ എനിക്ക് അധികം ഉപദേശം വേണ്ടി കൊച്ചു നന്നായി വന്നോണ്ടിരിക്കുക എന്നെ ഉപദേശിക്കാറുണ്ട്.